Hello everyone. UGC നെറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള എല്ലാവരുടെയും ഒരു സംശയമാണ് എന്തൊക്കെ ചേഞ്ചസ് ആണ് നെറ്റ് എക്സാമിന് വരുന്നത് എന്ന്, അല്ലെങ്കിൽ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ടോ? ഇങ്ങനെ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത്. സോ നമുക്ക് ഇന്ന് നോക്കാം എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, എന്താണ് ചേഞ്ചസ് വരുന്നുണ്ടോ എന്ന് ഡൗട്ട് വരാനുള്ള കാരണം എന്താണ്, ദെൻ ആക്ച്വലി അങ്ങനത്തെ ചേഞ്ചസ് വരുന്നുണ്ടോ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ എപ്പോ തൊട്ടിട്ടാണ്, ഏത് എക്സാം തൊട്ടിട്ടാണ്. ഇപ്പൊ റീസെന്റ് നമുക്ക് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് ഡിസംബറിലെ 2025 ഡിസംബറിലുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ആ ഒരു ബേസിൽ തന്നെ ചേഞ്ചസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ, അപ്പൊ തന്നെ ചേഞ്ചസ് വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി എന്താണ് ഈ ഒരു നെറ്റ് എക്സാമിന് ചേഞ്ചസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വരാനിരിക്കാനുള്ള സാധ്യതകൾ എന്താണ്? ഇപ്പൊ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ 3 ഇയർ ഡിഗ്രി മാറിയിട്ട് FYUGP പോലെയുള്ള 4 ഇയർ ഡിഗ്രിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ആക്ച്വലി നമ്മുടെ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020ന്റെ റിഫ്ലക്ഷൻ ആണ്. സോ അത് ബേസ് ചെയ്തിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ മൊത്തം ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ചേഞ്ചിന്റെ ഒരു റിഫ്ലക്ഷന് ഓഫ് കോഴ്സ് എന്തായാലും എവിടെയും നമുക്ക് കാണാൻ പറ്റും, UGC നെറ്റ് എക്സാമിൽ വരാം. അതിനുള്ള ഒരു പ്രോബബിലിറ്റി ആണ് എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കാം, അല്ലെങ്കിൽ NEP 2020യിൽ എന്ത് ചേഞ്ച് ആണ് ഇപ്പോ നിലവില് നമുക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് NEP 2020 UGC നെറ്റ് എക്സാമുമായിട്ട് റിലേറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ നോക്കാം. എന്നാണ് നെഗറ്റീവ് മാർക്ക് വരുമോ, ഇതൊന്നും NEP 2020യിൽ പറയുന്നില്ല. നിലവിൽ നമുക്ക് ഡിസംബർ എക്സാം കോൾ ഫോർ ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ഡിസംബർ എക്സാമിന് ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്തെങ്കിലും നമുക്ക് അതിന്റെ എന്ത് വരണം, നോട്ടിഫിക്കേഷൻ വരണം, അല്ലെങ്കിൽ നമുക്ക് UGCന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ് റിലീസ് എങ്കിലും വരണം, ചേഞ്ചസ് വരണ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ നിലവിൽ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസോ ഒന്നും വന്നിട്ടില്ല. സോ ടിൽ ഇതുവരെ നമുക്ക് എന്താണ് നെഗറ്റീവ് മാർക്സ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ എന്താണ് പിന്നെ NEP 2020 പറയുന്നത്? NEP 2020യിൽ ഒരു HECI എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡീന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. അത് UGC നെറ്റിനെ എങ്ങനെ എഫക്ട് ചെയ്യും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ദെൻ പിന്നെ അതുപോലെ തന്നെ അഡ്മിഷൻ ടു PhD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ട്രാ കാറ്റഗറി ഈ റീസെന്റ് UGC നെറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ, ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. സോ എന്താണ് ആക്ച്വലി NEP 2020ന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് UGC നെറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതുവരെ, അതായത് NEP 2020 എന്ന് പറയുന്നത് ഇന്നലെയോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന എക്സാമിലേക്കോ ഉള്ളതല്ല. കുറച്ച് മുന്നേ തന്നെ 2020 തൊട്ടിട്ട് അതിന്റെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. എന്തായാലും നെറ്റ് എക്സാമിൽ ഒരു 2-3 വർഷം മുന്നേ തന്നെ നമുക്ക് അതിന്റെ റിഫ്ലക്ഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ അത് വന്നു തുടങ്ങിയിരിക്കുന്നത് ക്വസ്റ്റ്യന്റെ പാറ്റേണിലും അതുപോലെ തന്നെ ക്വസ്റ്റ്യന്റെ കണ്ടന്റിലുമാണ്. നിങ്ങൾക്ക് പേപ്പർ 1 അനലൈസ് ചെയ്താൽ മനസ്സിലാവും. 2020ന്റെ മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറും 2020ക്ക് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ട്. അതിലേക്ക് പുതിയ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 1ൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് എന്തിന് NEP 2020 ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. മറ്റൊന്ന് ടീച്ചിങ്ങിന്റെ ഭാഗത്ത് നിന്നും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും നമുക്ക് എന്താണ് മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടന്റുകൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിലവിൽ നമുക്ക് NEP 2020യുടെ റിഫ്ലക്ഷൻ ഇപ്പൊ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ എക്സാമിൽ വന്ന റിഫ്ലക്ഷൻസ് ഇത്രയൊക്കെയാണ്. അല്ലാതെ നമുക്ക് നെഗറ്റീവ് മാർക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ നെറ്റിന് സിലബസിൽ ചേഞ്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബട്ട് ഇനി എന്താണ് വരാൻ പോകുന്നത്? UGC എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? നമുക്കൊരു HECI ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ റെഗുലേറ്ററി ബോഡി കൊണ്ടുവരുന്നുണ്ട്. ദെൻ ഈ ഒരു റെഗുലേറ്ററി ബോഡിന്റെ അണ്ടറിലേക്ക് എന്ത് മാറും? UGCയും അതുപോലെ തന്നെ AICT, NAC ഈ 3 ബോഡികളും ഇപ്പോൾ ഡിഫറെന്റ് ആയിട്ടാണ് നടക്കുന്നത്. ഇത് UGC എന്ന് പറഞ്ഞാല് ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ് കമ്മീഷൻ ആണ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ. അതായത് യൂണിവേഴ്സിറ്റികൾക്കുള്ള ഗ്രാന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷൻ ആണ്. അതുപോലെ തന്നെ AICT എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അഫിലിയേഷനും കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ NAC അക്രീഡിയേഷന് വേണ്ടിയിട്ടാണ്, ഓരോ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും അക്രീഡിയേറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയാണ്.
ബോഡിയാണ്. സോ ഇവര് 3 പേര് സെപ്പറേറ്റ് ആണ് ഇതുവരെ വർക്ക് ചെയ്യുന്നത്. ഇനി എന്ത് വരും? ഈ 3 ബോഡീസിനെയും ഒരൊറ്റ ബോഡി ആക്കിയിട്ട് മെർജ് ചെയ്തിട്ട് HECI എന്നുള്ള പേര്, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഒറ്റ അംബർല ബോഡീന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യമാണ് NEP 2020 പറഞ്ഞിട്ടുള്ളത്. ദെൻ അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ അവിടെ UGC എന്നുള്ള ബോഡി ഇനി ഉണ്ടാവില്ല. അതിന്റെ പകരം അവിടെ GEC ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ആയിട്ട് UGCനെ റീപ്ലേസ് ചെയ്യും. അത് ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന ഒരു ചേഞ്ച് ആണത്. പക്ഷെ അതും നമ്മുടെ നെറ്റ് എക്സാമും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നോ, അല്ലെങ്കിൽ നെറ്റ് എക്സാമിലേക്ക് അത് എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നോന്നോ, നെറ്റ് എക്സാമിന്റെ സിലബസിന് അത് മാറ്റുമെന്നോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇതുവരെ UGCന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ NEPന്റെ ബോഡിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ അതിനെ കുറിച്ചുള്ള ഒരു നോട്ടിഫിക്കേഷൻസും വന്നിട്ടില്ല. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ചേഞ്ചസ് എന്ന് പറയുന്നത് ഈ ഒരു ബോഡി ഫോം ചെയ്തിട്ട് ഇത് മെർജ് ചെയ്യുന്ന സമയത്ത് UGCന്റെ എന്തായിട്ട് മാറും? GIC ആയിട്ട് മാറും. അവിടെ പുതിയ ആളുകളും പുതിയ മെമ്പറും കമ്മിറ്റീസും വരാം. ആ സമയത്ത് ചേഞ്ചസ് വരികയാണെങ്കിൽ ആ സമയത്താണ് നമുക്ക് എന്ത് വരിക? ചിലപ്പോൾ ആ ഒരു ബോഡിക്ക് പുതിയൊരു സിലബസ് ഡിസൈൻ ചെയ്യണമെന്ന് തോന്നിയാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ഹാവ് ദ ആക്ട് ടു റൈറ്റ് ടു ചേഞ്ച് ദ സിലബസ്. അപ്പൊ GECക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറ്റിന്റെ സിലബസിൽ ചേഞ്ചസ് വേണമെങ്കിൽ കൊണ്ടുവരാം. സോ ഇതുവരെ എന്താണ് ആ ഒരു ചേഞ്ചസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്താണ് മാറ്റങ്ങൾ എന്നുള്ളതിനെ കുറിച്ചിട്ടോ നമുക്ക് ഒരു അറിവും ഇല്ല, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനും ഒഫീഷ്യലി എന്ത് ചെയ്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. നോ സ്ട്രക്ചറൽ ചേഞ്ചസ് ഹാസ് ഒക്കേർഡ് ഇൻ ദ എന്താണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ UGC നെറ്റ് ബട്ട് സ്റ്റിൽ ബീയിങ് കണ്ടക്ടഡ് ബൈ ദ NTA ബിഹാഫ് ഓഫ് UGC. അല്ലെ, നമുക്കറിയാം NTA ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, പക്ഷെ UGC ആണ് അതൊക്കെ റെഗുലേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ എന്താണ് NEP 2020 proposed changes that may influence the exam in the near future. പക്ഷെ എന്ത് ചെയ്യാം? ഈ NEP 2020 ഹയർ എഡ്യൂക്കേഷനിൽ കുറെ കാര്യങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ആ പ്രപ്പോസൽസ് എന്ത് ചെയ്യാം? മേ ബി ഫ്യൂച്ചറിൽ സിലബസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലെ ആ ചേഞ്ചസുകൾ റിഫ്ലക്ട് ചെയ്യാം. ബട്ട് എന്ത് ചെയ്യാം? നമ്മുടെ സിലബസിൽ നമുക്കിപ്പോ ഒരാളെ അസിസ്റ്റന്റ് പ്രൊഫസറോ അല്ലെങ്കിൽ നമുക്ക് നെറ്റിന്റെ എന്ത് കിട്ടി, സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ UGCന്റെ പേരുണ്ടാവും. ആ പേര് റീപ്ലേസ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? HECI നെറ്റ് എന്നുള്ളത്. UGC നെറ്റ് എന്നുള്ളതിന് പകരം HECI നെറ്റ് എന്ന് മാറി വരാം. അല്ലാതെ നമുക്ക് എന്താണ് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ നമ്മൾ വറീഡ് ആവാനോ ഒന്നും എന്താണ് അതിനുള്ള ഒരു സ്കോപ്പ് ഒന്നും നിലവിൽ ഇതുവരെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ സിലബസിൽ ചേഞ്ചസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എക്സാമിന്റെ പാറ്റേണിലെ ചേഞ്ചസും പറഞ്ഞിട്ടില്ല. ബട്ട് നമുക്കറിയാം അതായത് നെഗറ്റീവ് മാർക്കുകൾ വന്നിട്ടില്ല. പക്ഷെ ദർ ഇസ് എ ചേഞ്ച് അല്ലെ. ഇപ്പൊ എക്സാം കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഒരു ചേഞ്ചിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എക്സാമിന്റെ പാറ്റേണിലാണ് ചേഞ്ച്, സിലബസ് ചേഞ്ച് ഇല്ല, ബട്ട് എക്സാമിന്റെ പാറ്റേൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്കിപ്പോ ആദ്യം എന്താ ഉണ്ടായിരുന്നത്? MCQs മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതും കൺസെപ്റ്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള MCQs ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്താണ്? നമുക്ക് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് MCQs ഉണ്ടോ, അതുപോലെ തന്നെ കൂടുതൽ മാച്ച് ദ ഫോളോവിങ് സീക്വൻഷ്യൽ ഓർഡറിലാക്കാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറെ കാണുന്നുണ്ട്. സോ അത് ഒരു നമ്മള് സാധാരണ ഇപ്പോ എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്നത് നമ്മുടെ നെഗറ്റീവ് മാർക്കുകൾ വരുന്ന എക്സാമുകൾ. ഇപ്പൊ നിങ്ങൾക്ക് കേരള PSCന്റെ എക്സാം ആണെങ്കിലും ഗേറ്റിന്റെ എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ISROന്റെ ഒക്കെ എക്സാമുകളിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ അവിടെയൊക്കെ എന്താണ് നമുക്ക് വിത്തിൻ ദ ടൈമിന്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ കൺസെപ്റ്റുകൾ നോക്കിയിട്ട് അറേഞ്ച് ചെയ്തിട്ട് എന്താണ് ആ ടൈം എന്നുള്ളത് നമുക്ക് ഭയങ്കര കൺസേൺ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇതുവരെയുള്ള നെറ്റിന് അല്ലെങ്കിൽ 2019 വരെയുള്ള നെറ്റിനൊന്നും ഇത്രയും ടൈം ഓറിയന്റഡ് അല്ലായിരുന്നു, അത് കൺസെപ്ഷ്യൽ ഓറിയന്റഡ് ആയിരുന്നു. നമുക്കിപ്പോ JRF വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ അതുപോലെ വിത്തിൻ ദ ടൈമിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണം? ഓരോ ക്വസ്റ്റ്യനെ ആൻസറിലേക്ക് എത്താൻ പറ്റണം. സോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അപ്പൊ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എക്സാമിന്റെ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നുണ്ട്. സോ അതിനേക്ക് നിങ്ങൾക്ക് കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ആ ടൈം മാനേജ് ചെയ്തിട്ട് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് എന്താണ്? നമുക്ക് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോഴ്സ് റിവ്യൂ നമുക്ക് ചെയ്യാം. നമുക്കിവിടെ ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ ഒരു
കോഴ്സ് തന്നെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഇനി ഒരു ഒറ്റ കാര്യം കൂടെ പറയാനുള്ളത്, അഡ്മിഷൻ ടു PhD ക്വാളിഫൈ ചെയ്തിട്ട് എന്താണ് കാര്യം, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അഡ്മിഷൻ ടു PhD. സോ ഇത് കിട്ടിയിട്ട് എന്താണ് നമുക്ക് കാര്യമുള്ളത് അല്ലെ. അപ്പോൾ NEP 2020 എന്ന് പറയുന്നത് ഒന്നുകിൽ റിസർച്ച് ഓറിയന്റഡ് അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ്, ഈ രീതിയിലേക്കാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനെ ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അഡ്മിഷൻ ടു PhD ഓൺലി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGന്റെ കൂടെ അല്ലെങ്കിൽ PG കഴിഞ്ഞ് ഇറങ്ങുന്ന അതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് റിസർച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും. ദെൻ ഈ ഒരു കാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് PG മാത്രം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും വേണം. നിങ്ങൾക്കറിയാം FI UG അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രിയിലൊക്കെ ഇനി അങ്ങനെയാണ് വരുന്നത്. അവിടുത്തെ ലാസ്റ്റ് സെം എന്ന് പറയുന്നത് ഒന്നുകിൽ സ്കിൽ ഓറിയന്റഡ് ആണ് അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആണ്. സോ അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PhDയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ ഈ ഒരു അഡ്മിഷൻ ടു PhD പറ്റും. ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് PhD വേണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് വേണം. ഇത് രണ്ടും ഇല്ലാതെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഒരു ജോലി എന്നുള്ളത് നമുക്ക് ഈ ഒരു കാലത്ത് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത്. സോ ഇത് നമുക്ക് എന്തിനു വേണ്ടി തന്നെയാണ് ഈ ഒരു റിസർച്ച് ഓറിയന്റേഷൻ എന്നുള്ളത് NEP ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് PhD ഓൺലി എന്നുള്ളതും കൂടെ നെറ്റിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ റീസെന്റ് എക്സാമുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ദ ക്വസ്റ്റ്യൻ പാറ്റേൺ. സോ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിന്റെ ചേഞ്ചിനനുസരിച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ പഠനത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പഠനം നമുക്ക് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്ക് 100% അല്ലെങ്കിൽ 99% നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്താലും നമ്മുടെ എയിമിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. സോ കറക്റ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് കറക്റ്റ് ടൈം ടേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് 150 ഡേയ്സിലേക്കുള്ള ടൈം ടേബിൾ വരെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കൊരു ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. സോ ആ കറക്റ്റ് നമുക്ക് ഇതുവരെ ഇതുപോലെ റൺ ചെയ്ത ബാച്ചിലുള്ള റിസൾട്ട് ആണ് കാണുന്നത്. നമ്മൾ വർഷങ്ങളായിട്ട് നെറ്റിന് കോച്ചിങ് കൊടുക്കുകയും അതുപോലെ ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാനും നമ്മുടെ ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിന് സാധിച്ചിട്ടുണ്ട്. സോ ഇതുപോലുള്ള ബാച്ച് നമ്മൾ ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ എക്സാം എന്നുള്ളതും എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ കണ്ടക്ട് ചെയ്യുന്നതാണ്. നമുക്കിവിടെ എന്തുണ്ട്, നമുക്ക് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ദെൻ ഓരോന്നിനും നമുക്ക് സമയം കറക്റ്റ് ആയിട്ടുള്ള പേപ്പർ 1 നമുക്ക് 50 ക്വസ്റ്റ്യനും പേപ്പർ 2 100 ക്വസ്റ്റ്യൻസും ആണുള്ളത്. സോ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസുകൾ ഉണ്ട്. ദെൻ പേപ്പർ 2 എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടർ സയൻസിന്റെ പേപ്പർ 2 നമുക്ക് ഇത്രയും പേപ്പേഴ്സ് ആണുള്ളത്. ഈ ഓരോ പേപ്പേഴ്സിനും നമുക്ക് എത്ര ടൈം കൊടുത്തിട്ട് എങ്ങനെ നമ്മുടെ കണ്ടന്റുകൾ ആദ്യം പഠിക്കണം, then അതിനുശേഷം കണ്ടന്റ് മാത്രം നമ്മൾ പഠിച്ചാൽ പോരാ, സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ്. അതിനുശേഷം അതിന് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ആ ക്ലാസ്സിന്റെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ പേപ്പറിനും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ അതിനുശേഷം നമുക്ക് PYQ ഡിസ്കഷൻസ് ഉണ്ട്. സോ 150 ഡേയ്സിൽ ഓരോ ഏതൊക്കെ യൂണിറ്റുകൾ എത്ര ദിവസം വെച്ച് പഠിക്കണം എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ചാർട്ട് വെച്ചിട്ടാണ് നമ്മുടെ കോഴ്സ് നമ്മൾ റൺ ചെയ്യുന്നത്. ദെൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിലബസ് മാത്രം പഠിച്ചാൽ പോരാ, ഈ ഒരു ചേഞ്ചിനനുസരിച്ച് നമ്മുടെ സ്റ്റഡി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് എന്ന സ്വപ്നത്തിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ള ആ ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് PYQ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. സോ 72 ഡേയ്സിൽ എങ്ങനെ നമുക്ക് ഓരോ യൂണിറ്റിൽ നിന്നും വരുന്ന PYQs എങ്ങനെ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ആ എല്ലാ PYQസും കംപ്ലീറ്റ് ചെയ്യാം, ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഡേയ്സ് വെച്ചിട്ടുള്ള ടൈം ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 24 ഹവേഴ്സിൽ നിങ്ങൾക്ക് മെന്റൽ സപ്പോർട്ട് അവൈലബിൾ ആണ്. ഇങ്ങനെ നമുക്ക് എന്തുണ്ട്, ഇവിടെ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു UGC നെറ്റ് കമ്പ്യൂട്ടർ സയൻസിന്റെ കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം ഈ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാമിന്റെ ഒരു അനാലിസിസ് ആണിത്. സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു എക്സാമിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഏത് ഏരിയ എന്നാണ് എങ്ങോട്ടാണ് ഫോക്കസ് വരുന്നത് എന്നും അതിനനുസരിച്ച് നിങ്ങളുടെ ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ നമ്മളെ ബാച്ചിന് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പാസ്റ്റിൽ നമുക്ക് ഇത്രയും കുട്ടികളുടെ സ്വപ്നത്തിന്റെ കൂടെ നിൽക്കാനും പറ്റിയത്. സോ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് നടന്ന 2025
ഈ ജൂണിൽ നടന്ന എക്സാമിന്റെ അനാലിസിസ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് മോഡലിലാണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്, അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. സോ ഇത് മാത്രമല്ല, നമുക്ക് PYQ സെഷന് മാത്രമായിട്ടുള്ള ഒരു ബാച്ച് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ ആ ബാച്ചിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. സോ ഈ മാറി വരുന്ന ചേഞ്ചസ്, എക്സാമിന്റെ പാറ്റേൺ അനുസരിച്ച് മാറി വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഏത് രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങൾ ടൈം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഇതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ള, ഇതിനനുസരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാച്ചുകൾ നമുക്ക് അവൈലബിൾ ആണ്. 2 ബാച്ചുകളാണ് ഇപ്പോൾ UGC നെറ്റിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് PYQ സെഷന് വേണ്ടി മാത്രമുള്ളതും, ഒന്ന് നമുക്ക് വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള 150 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാനോട് കൂടി വിത്ത് PYQന്റെ സ്റ്റഡി പ്ലാൻ, ഇത് രണ്ടും മെർജ് ചെയ്തിട്ട് വരുന്ന ഒരു ബാച്ച് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 24 hours മെന്റൽ സപ്പോർട്ടിന്റെ ലൈവ് ക്ലാസ്സുകളും അതിന്റെ കൂടെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളും വരുന്ന കോഴ്സുകൾ നമ്മുടെ ബിഗ് ലേണിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എൻക്വയറി ഒക്കെ അതുവഴി ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ ഈ ഒരു ഇതെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നം എന്ന് പറയുന്നതാണ് നമുക്ക് ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവുക എന്നുള്ളത്. സോ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആവട്ടെ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഓൾ.